മോട്ടോർ വാഹന നിയമത്തിൽ ഓഗസ്റ്റ് 15 മുതൽ 2 സുപ്രധാനമായിട്ടുള്ള ഭേദഗതികൾ നിലവിൽ വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രേസ് പീരീഡ് സംവിധാനം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാലും തുടർന്ന് 30 ദിവസം കൂടി ലൈസൻസ് സാധുവായിരിക്കുമെന്നുള്ളതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. 1988 നിയമപ്രകാരം ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചാലും 30 ദിവസം കൂടി അതിന് സാധുതയുണ്ടായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയോടുകൂടി ഈ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ഭേദഗതിയോടുകൂടി ഓഗസ്റ്റ് 15 മുതൽ ഗ്രേസ് പീരീഡ് വീണ്ടും നിലവിൽ വരികയാണ്. ലൈസൻസ് പുതുക്കാൻ മറക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്ന വിവരം. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് 1 വർഷം മുൻപ് വരെ പുതുക്കാൻ അവസരമുണ്ട്. എന്നാൽ ഇങ്ങനെ നേരത്തെ പുതുക്കുമ്പോൾ പുതുക്കിയ തീയതി മുതൽ തന്നെയാണ് ഇത്തരത്തിൽ പുതിയ ലൈസൻസിൻ്റെ കാലാവധി കണക്കാക്കുകയും ചെയ്യുന്നത്. ഇതുമൂലം ലൈസൻസിൻ്റെ യഥാർത്ഥ കാലാവധിയിൽ കുറവ് വരുന്നതായി വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. പുതിയ ചട്ടപ്രകാരം നേരത്തെ ലൈസൻസ് പുതുക്കിയാലും ഇത്തരത്തിൽ പുതിയ ലൈസൻസിൻ്റെ കാലാവധി പഴയ ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുന്ന തീയതി മുതൽ തന്നെയായിരിക്കും കണക്കാക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ 2 ഭേദഗതികൾ കൂടി ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വരികയാണ്. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പരാതികളും ഒരു പരിധിവരെയെങ്കിലും തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്രേസ് പീരീഡ് സംവിധാനം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.